എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു, എനിക്ക് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക, എന്നിട്ടത് ഇതിൽ ഞാൻ 2 പൈൽ റീഡിംഗ് ആണെന്ന് ചെയ്യുന്നത്. ഈ 2 എണ്ണം വയ്ക്കണം, 2 സ്കെച്ച് പെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. ബ്ലൂ ഒന്നാമത്തെ ആയിട്ട് എടുക്കാം, ഇത് രണ്ടാമത്തെ ആയിട്ട് എടുക്കാം. അപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്യണവർക്ക് ഒരു ഫലം, ഇത് സെലക്ട് ചെയ്യണവർക്ക് വേറെ ഫലം കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിക്ക് മുന്നേ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, ദയവായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ, നിങ്ങൾക്ക് ടാറോ റീഡിങ്ങിൽ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിൽ വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് വാട്സാപ്പ് നമ്പറാണ്, ഇതിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരവും പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇത് സെലക്ട് ചെയ്തവർക്ക്, ഈ കളറ് സ്കെച്ച് പെൻ സെലക്ട് ചെയ്തവർക്ക് എന്താണ് ഫലം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വിചാരിച്ചവർക്ക്, ഒന്നാമത്തെ പൈല് വിചാരിച്ചവർക്ക്, ഇത് വിചാരിച്ച ആൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ കുറച്ച് തടസ്സമുണ്ടെന്നാണ് പറയണത് കേട്ടോ. എന്തിപ്പോൾ പ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ നിന്നാലും അതിനൊക്കെ തടസ്സങ്ങൾ വരുന്ന, അത് ഫലിക്കാതിരിക്കുക, അതാണ് ഇപ്പോഴത്തെ സംഗതി. ആരുടെയും വാക്ക് കേൾക്കണ്ട, നിങ്ങളുടെ മനസ്സ് പറയണത് കേൾക്കാം. മറ്റാരും എന്ത് പറഞ്ഞാലും ഒന്നും കേൾക്കാൻ പോകണ്ട കേട്ടോ, അതാണ് പറയണത്. ഇതിന് സ്നേഹിതരോടൊക്കെ വിരോധം ഉണ്ടാവും എന്നാണ് പറയണത്. 30 ദിവസം കഴിഞ്ഞാൽ നല്ല ഫലം ഉണ്ടാവും എന്ന് പറയണത് നിങ്ങൾക്ക്. ഇനി ഇത് ഇന്നത്തെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു 30 ദിവസം കഴിയുമ്പോൾ നല്ല ഫലം ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, അതൊന്നും ഇപ്പം നടക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നടക്കുന്നില്ല. നിങ്ങൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, അത് ഇപ്പം നടക്കുന്നില്ല. ഒരു 30 ദിവസം കഴിഞ്ഞാൽ കുറച്ചൊന്നും മാറ്റം ഉണ്ടാവും. അപ്പോൾ 30 ദിവസം കഴിഞ്ഞ് അതിന് മേലെ ആരംഭിച്ചാൽ മതി. ഇപ്പം എന്തെങ്കിലും തുടങ്ങാനായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതൊരു 30 മാസം കഴിഞ്ഞിട്ട്, 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ആരംഭിച്ചാൽ മതി കേട്ടോ. അതുവരെ നിങ്ങൾ ഏത് മൂർത്തികളെയാണ് വിശ്വസിക്കുന്നത് അവരെ കൈവിടാതെ പ്രാർത്ഥിക്കുക. പിന്നെ സാധുക്കൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുക, ദാഹിച്ച് വലയുന്ന പശുക്കളെയൊക്കെ നോക്കി വെള്ളം കൊടുക്കുക, അങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്യുക. വിശക്കുന്നവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ സാധിച്ചാൽ അത് കൊടുക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് സന്തോഷത്തോടെ പ്രവർത്തിക്കാനാണ് ഇത് പറയുന്നത് കേട്ടോ. ഇനി ഈ സ്കെച്ച് പെൻ സെലക്ട് ചെയ്ത ആൾക്ക്, ഈ കളറ് സെലക്ട് ചെയ്ത ആൾക്ക് വരുന്നത്, ഇത് ഒരു കാര്യം വിചാരിച്ചിട്ട് ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ധനലാഭം ഉണ്ടാവും എന്നാണ് പറയണത്. ഇത് വിചാരിച്ച ആൾക്ക് നല്ല ധനലാഭം ഉണ്ടാകും, പുത്രലാഭം ഉണ്ടാകും. നിങ്ങൾക്ക് ഗ്രഹസ്ഥിതികളൊക്കെ അനുകൂലമായിരിക്കുന്നുണ്ടെന്നാണ് പറയണത്. അത് സുഖം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. എല്ലാ സുഖങ്ങളും നിങ്ങളിലേക്ക് വരുന്നതാണ് പറയണത്. ഈ കാലഘട്ടത്തിൽ സാധിക്കാത്ത ഒന്നും തന്നെ ഇല്ല. അപ്പം എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയണത് കേട്ടോ. അത്ര മാത്രം അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ടിരിക്കുകയാണ്, എല്ലാം നടക്കും എന്നാണ് പറയുന്നത് കേട്ടോ. തടസ്സമൊന്നും കൂടാതെ എത്രയും വേഗം നടക്കും എന്നാണ് പറയുന്നത്. അനുകൂലമായ കാലമാണെന്നാണ് പറയുന്നത്. മനസ്സിലൊക്കെ എന്തെങ്കിലും ദുർവിചാരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്താൻ പറ്റിയാൽ എല്ലാ ശാന്തി സമാധാനം എല്ലാം ഉണ്ടാവും എന്നാണ് പറയണത്. പാവങ്ങളൊക്കെ സഹായിക്കുക, നിർധനരായ ആൾക്കാരൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുക, അവർക്കൊരു ഏറ്റവും നല്ലത് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ അത് ചെയ്യുക.
ഈ കാലം മുതലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അവരെ അവശരൊക്കെ സഹായിക്കുക, പിന്നെ ഈശ്വര സേവ ചെയ്യുക, അത് മുടക്കാതിരിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ ഈശ്വര സേവ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മേൽക്കുമേൽ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു വരുന്നതാണ് പറയണത്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അങ്ങനെ പാവങ്ങളെ സഹായിക്കുക, ഈശ്വര സേവ ചെയ്യുക, നിങ്ങൾ വിളിക്കുന്ന ആ മൂർത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അവർക്കൊക്കെ എല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയെല്ലാം ചെയ്ത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ എത്ര പെട്ടെന്ന് സാധിക്കും. നിങ്ങൾക്ക് അത്രയും നല്ല കാലമാണെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.